നമസ്കാരം. പോസ്റ്റ് ഓറൽ ഡെർമോയിഡ് സിസ്റ്റ്, അതായത് ചെവിയുടെ പുറകുഭാഗത്തായിട്ട് ഒരു നീർക്കെട്ട് പോലെ ഒരു സിസ്റ്റ് ഫോർമേഷൻ. സിസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബലൂണിനകത്ത് വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ എങ്ങനെ ഫീലിംഗ് ഉണ്ടോ അതേ ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷനിൽ, ഈ അസുഖത്തിൽ, ഈ ചെവിയുടെ പുറകുവശത്ത് കാണുന്ന ആ നീർക്കെട്ടിനകത്തുള്ള ഒരു മഞ്ഞ കളറിൽ കട്ടിയായിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ജനിച്ചു കഴിഞ്ഞ് ഡെവലപ്മെൻ്റ് സമയത്ത്, അത് വളർച്ചയുടെ സമയത്ത് ചെവിയുടെ പുറകു ഭാഗത്തുള്ള തൊലി ഒന്ന് കട്ടിപിടിച്ച് അകത്തോട്ടാവും. അതൊരു സിസ്റ്റ് ഫോർമേഷൻ ഉണ്ടാക്കും. അത് വളർന്നുകൊണ്ട് വരും, സൈസ് വലുതായിക്കൊണ്ട് വരും. അങ്ങനെയാണ് ഈ സിസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ പേഷ്യൻ്റെ കംപ്ലൈൻറ്റ് യൂഷ്വലി ഒരു 8-9 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. ഇപ്പോൾ ഈ ഡെർമോയിഡ് സിസ്റ്റ് ചെവിയുടെ ബാക്കിൽ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ദേഹത്തിൽ പല സൈറ്റിലും വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ENT ആയതുകൊണ്ട് ENTയുടെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ കാണിക്കാം. ആ ഫോട്ടോയിൽ ഈ പയ്യൻ്റെ ഇടതേ ചെവിയിലാണ് പ്രശ്നമുള്ളത്. ഇടതേ ചെവി നോക്കുവാണെങ്കിൽ ബാക്കിൽ പുറകുവശത്ത് ഒരു നീർക്കെട്ട് പോലെ ഉണ്ട്, സ്വെല്ലിംഗ് ഉണ്ട്. അത് കൂടിക്കൂടി വരുമ്പം ചെവി ഫ്രണ്ടിലോട്ടും ആവാം. അപ്പോൾ ഇത് നിങ്ങൾ കാണുവാണെങ്കിൽ ഇടതേ ചെവിയാണ്. ഇത് ബാക്കിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. ബാക്കിലെ ഫോട്ടോയിൽ ക്ലിയർ ആയിട്ട് ചെവി ഇങ്ങനെ തള്ളി നിൽക്കുന്ന ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു വീഡിയോ കൂടെ കാണിക്കാം. വീഡിയോ കാണിക്കുമ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇടതേ ചെവി ഫ്രണ്ടിലോട്ട് തള്ളി നിൽപ്പുണ്ട്. ചെവിയുടെ ബാക്കിൽ ഒരു വീക്കം കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് പറയുന്നത് ഒരു CT സ്കാനാണ് നമുക്ക് വേണ്ടത്. ആ CT സ്കാൻ എടുക്കുവാണെങ്കിൽ ഞാനത് ആ സ്വെല്ലിംഗ് ഉള്ള ആ ഭാഗം ഞാൻ പേന കൊണ്ട് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതൊക്കെ അറിയാൻ പറ്റും. ആ ഭാഗമാണ് ബ്ലാക്ക് മാർക്കർ വെച്ച് കാണിക്കുന്ന ആ സ്വെല്ലിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചെവിയിലെ ഉൾഭാഗത്തിൽ ഒരു പ്രശ്നവും കാണത്തില്ല, തോലിൻ്റെ താഴെ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഈ പിക്ചർ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ, ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കണം. ഇത് കംപ്ലീറ്റ് മയക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും, പിള്ളേർക്ക് കംപ്ലീറ്റ് മയക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല, രോഗി ഒരു 15-20 വയസ്സിന് ഇടയ്ക്കാണെങ്കിൽ നമുക്ക് മൈനർ ഓപ്പറേഷൻ തിയേറ്റർ വെച്ച് മയക്കാതെ അവിടെ മാത്രം കുറച്ച് അനസ്തീഷ്യ കൊടുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓപ്പറേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മയക്കിയിട്ട് അവിടുത്തെ ലോക്കൽ സ്ഥലത്ത്, എവിടെ ചെവിയുടെ ബാക്കിൽ, അവിടെയും കുറച്ച് ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിവെച്ച് കഴിഞ്ഞ് ആ സ്വെല്ലിംഗ് കാണത്തക്ക രീതിയിൽ തുറക്കും. ഇതാണ് ആ സ്വെല്ലിംഗ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസെക്ട് ചെയ്ത് തുറന്നെടുക്കും. കാണാൻ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരിക്കലും ഉണ്ടാവത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വെളിയിൽ കാണാത്തക്ക രീതിയിലുള്ള തുന്നലിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പിക്ചറാണിത്. എടുത്ത സ്പെസിമെൻ്റ് കാണാൻ ഇതുപോലെ ഇരിക്കും. അത് നമ്മൾ ടെസ്റ്റിന് വിടുകയും ചെയ്യും. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ ഒരു പ്രഷറായിട്ടുള്ള ഒരു ബാൻഡേജ്, ഇതുപോലൊരു ബാൻഡേജും കെട്ടിവെക്കും. അത് ഒരു ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. അടുത്ത ദിവസം രാവിലെ ഈ ബാൻഡേജ് ഇളക്കിയിട്ട് ആൻറ്റിബയോട്ടിക്കും പെയിൻ കില്ലറും കണ്ട് പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും. ഒറ്റ ദിവസമുള്ള അഡ്മിഷൻ. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് വെറും 5 ദിവസത്തിൽ വരുമ്പം പേഷ്യൻ്റെ ഇടതേ ചെവിയിൽ കുറേ വ്യത്യാസമായി. ഇപ്പോൾ നിങ്ങൾ ഓപ്പറേഷന് മുന്നേ ഉള്ള ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഓപ്പറേഷന് മുന്നേ ഉള്ള ഒരു ഫോട്ടോ ആണിത്. ഇടതേ ചെവി കണ്ടില്ലേ? അപ്പോൾ ഇത് ഓപ്പറേഷന് കഴിഞ്ഞിട്ടുള്ളതാണ്. വെറും 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച ആകുമ്പോൾ തന്നെ അത് കുട്ടി കംപ്ലീറ്റ് ആയിട്ട് നോർമലാവും. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ഓറൽ ഡെർമോയിഡ് ചികിത്സിക്കുന്നത്. നമസ്കാരം.